hello dear friends. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊട്ടാറ്റോ കറി റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെയല്ല, അത് തേങ്ങ ചേർക്കാതെയുള്ള പൊട്ടാറ്റോ കറിയാണ്. ഇത് തേങ്ങ വറുത്തരച്ചിട്ട് തയ്യാറാക്കുന്ന കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പൊട്ടാറ്റോ കറി തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1-2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതായത് ഓയിലൊന്നും ഒഴിക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ നനവൊക്കെ ഒന്ന് മാറി തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഇവിടെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ ഓയിൽ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, 1-2 ടീസ്പൂൺ മാത്രം മതിയാവും. അപ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറി വരുമ്പോൾ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ചേർക്കേണ്ട മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓയിലൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുക്കറിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ, അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാം. പിന്നെ 3 പച്ചമുളകും 1 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നുണ്ട്, 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലയാണ്, കൂടുതൽ വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ ഗരം മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് കേട്ടോ വെള്ളം ചേർക്കേണ്ടത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടോടെയുള്ള വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഇടയിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കറിയിലേക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ നോക്കാം. ഇവിടെ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ചുവന്നുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 5 ചുവന്നുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ഇവിടെ മാറി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മൂപ്പിച്ചെടുക്കാം.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കറിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങയൊന്നും ചേർക്കാതെയും നോൺ വെജ് കറിയുടെ ടേസ്റ്റിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതുകൂടെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്